എന്താടാ, എന്തു പറ്റി? ഒന്നുമില്ല. കൊള്ളാലോ. ഇതാ ഞാൻ പറഞ്ഞ ബിൽഡിംഗ്. ഇവിടെ ഒരു പെൺകുട്ടി തൂങ്ങി മരിച്ചിട്ടുണ്ട്. അവളുടെ ആത്മാവ് ഇപ്പോഴും ഇതിനകത്തുണ്ടെന്നാ പറയുന്നത്. നല്ല കഥ കഴിഞ്ഞ. ചില കഥകൾ ഒരിക്കലും അവസാനിക്കില്ല. ഓ, എന്നാ പിന്നെ ആ പ്രേതത്തിനെ എനിക്കൊന്ന് കാണണം. പ്രേതം പ്രേതം പ്രേതം. പ്രേതം പോലും. എവറാ പ്രേതം? പേടിയാവണ്ട, നമുക്ക് ഇവിടുന്ന് പോവാം. വെറുതെ ചിലപ്പോൾ ഇവിടെ നിധി വല്ലതും കിട്ടിയാലോ. നീ ആ ലൈറ്റ് ഓൺ ചെയ്. ഒന്നുമില്ല. എന്താ എന്തുപറ്റി? പക്ക വന്നു. ഷീ ഈസ് റിയലി ബ്രില്യന്റ്. ഒറ്റ ടേക്കിനല്ലേ ഇത്രയും ഓക്കെ ആക്കി. ശരിയാ, ഷീ ഈസ് ബ്രില്യന്റ്. വാ, നമുക്ക് താഴെ ഇരിക്കാം. ഓക്കെ, വാ. എന്റെ ഒരു ഫ്രണ്ട് ഇപ്പൊ വരും, നിംബു. നിംബു മറ്റേ ഫിസിക്സിൽ PhD ചെയ്യുന്ന പയ്യൻ. അത് തന്നെ. എത്തിയല്ലോ. നമസ്കാരമുണ്ട്. ഇരിക്ക്. നിങ്ങളുടെ ഫിലിമിന്റെ വർക്കൊക്കെ എന്തായി? ഫൈനൽ ഡബിങ് നടക്കുക. ഇനി കുറച്ച് പോർഷൻ കൂടി ബാക്കിയുണ്ട്. എന്തായിരുന്നു പടത്തിന്റെ പേര്? ഡബിങ്. സബ്ജക്ട് എന്താ? സബ്ജക്ട് സ്റ്റുഡിയോ കുറിച്ച് തന്നെ. ഈ സ്റ്റുഡിയോ കുറിച്ചോ? യാ, ഈ സ്റ്റുഡിയോക്ക് ഒരു ചരിത്രമുണ്ട്. പണ്ട് ഇതൊരു ലേഡീസ് ഹോസ്റ്റലായിരുന്നു. ഇവിടെ താമസിക്കുന്ന ഒരു പെൺകുട്ടി ഇതിനകത്ത് തൂങ്ങി മരിച്ചിട്ടുണ്ട്. എന്നിട്ട് മരിച്ചതിൻ്റെ അന്ന് രാത്രി അവളുടെ ആത്മാവ് മറ്റു കുട്ടികളെ ശല്യം ചെയ്യാൻ തുടങ്ങി. ഒരുപാട് കുട്ടികൾ അവളുടെ പ്രേതത്തെ കണ്ടു. അങ്ങനെയൊക്കെയുള്ള സംസാരം ഉണ്ടായി. സോ എല്ലാ കുട്ടികളും ഇവിടെ നിന്ന് പോയി. അതിനുശേഷം കുറേ കാലം ഇവിടെ പൂട്ടിയിട്ടിരുന്നു. ഈ അടുത്ത കാലത്താ ആരോ ഇതൊരു സ്റ്റുഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്തേ. ഈ കഥയെ കേട്ടപ്പോൾ ഞങ്ങളങ്ങ് തീരുമാനിച്ചു ഈ സ്റ്റുഡിയോയെ കുറിച്ച് തന്നെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാമെന്ന്. അപ്പോ ഇതിനകത്ത് ഇപ്പോഴും അവളുടെ പ്രേതം ഉണ്ടാവും. പോയി പേടിക്കണ്ട, ഇതിവിടെ പതിവാ. ഞാൻ ക്യാൻഡിൽ കത്തിക്കാം. നീയായിരുന്നു? നീ ഇതപ്പോ വന്നു? നിങ്ങള് പ്രേതത്തെ പറ്റി പറഞ്ഞു തുടങ്ങിയപ്പോഴേ ഞാനെത്തി. എന്താ എല്ലാവരും പ്രേതത്തെ കുറിച്ചൊരു ഡിസ്കഷൻ? ഞങ്ങൾ ഇവനോട് പറയുമായിരുന്നു ഈ സ്റ്റുഡിയോയുടെ പാസ്റ്റിനെ കുറിച്ച്. ശരിക്കും ഇതിനകത്ത് കയറുമ്പോ വല്ലാത്തൊരു പേടിയൊന്നുണ്ട്. ശരിയാടാ, എന്തോ പോലെ. ഇനി ശരിക്കും ഇതിനകത്ത് അവളുടെ പ്രേതം ഉണ്ടാവോ? എനിക്ക് ദൈവത്തെ ഭയങ്കര വിശ്വാസം. അതുകൊണ്ട് ഈ ഭൂതവും പ്രേതവും പിശാചുകളൊന്നും ഇല്ല, എന്റെ അടുക്ക വരില്ല. കഷ്ടം, നീ കാണുകളാണോടാ പ്രേതവും ദൈവവും? പ്രേതം ഇല്ലെന്നാണോ? ദൈവം ഇല്ലെന്നാണോ? പ്രേതമുണ്ട്, ദൈവമുണ്ട്. മനസ്സിലായോ നിനക്ക്? ഓരോരുത്തരുടെ അനുഭവങ്ങളാണ്. പ്രേതവും
ദൈവവും. മനസ്സിലായില്ല. 10ാം ക്ലാസ് ജയിക്കാൻ 10 തേങ്ങ ഗണപതി കുറച്ചപ്പോ അവൻ ജയിച്ചു. ഉടനെ എല്ലാരും പറയും ദൈവം ഉണ്ടെന്ന്. ജയിക്കാനുള്ളവൻ ഇതൊന്നും ചെയ്തില്ലെങ്കിലും ജയിക്കും. മനസ്സിലായോ? അനുഭവങ്ങളാണെല്ലാം. ആണോ? എന്നാ എനിക്കും ഒരു അനുഭവമുണ്ട്. ഒരു ദിവസം രാത്രി ഞാൻ വർക്ക് കഴിഞ്ഞ് വരുമായിരുന്നു. ആളൊഴിഞ്ഞൊരു റോഡിലെത്തിയപ്പോ പെട്ടെന്ന് എന്റെ പിന്നിൽ ആരോ ഉള്ള പോലെ ഒരു ഫീൽ. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ ആരുമില്ല. പട്ടിയൊക്കെ കുറച്ച് എന്തോ പോലെ. പെട്ടെന്ന് അവിടെ നിന്നൊരു നിഴൽ. ഞാനവിടെ നിലവിളിച്ചോടി. പിന്നീട് ഒരിക്കലും ഞാൻ അതുവഴി പോയിട്ടില്ല. എനിക്ക് ഇപ്പോഴും അതുവഴി പോകുമ്പോ പേടിയാ. അപ്പോ അഭി ഒരു നിഴല് കണ്ട് പേടിച്ചല്ലേ? നിഴലല്ല, പ്രേതം. ഓഹോ. ആ കാണുന്ന നിഴലേതാ? അതോ, അതൊരു ക്രോസ് അല്ലേ? ഉറപ്പാണോ? അല്ലേ? ഇപ്പോഴോ? ഇപ്പോ അത് മാറി. മാറി. കണ്ടോ, ചില സമയം നമ്മുടെ കണ്ണ് തെറ്റായ ഇമേജ് കാണിക്കും. നമ്മുടെ ബ്രെയിൻ അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് നമ്മളോട് പറയും പ്രേതമാണ് ദൈവമാണെന്നൊക്കെ. അന്ന് രാത്രി എന്താ സംഭവിച്ചെന്നറിയോ? നീ നിന്റെ മനസ്സിനോട് കള്ളം പറയുകയായിരുന്നു അത് പ്രേതാണെന്ന്. അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നതിന് പകരം നീ അവിടെ ചെന്ന് നോക്കി ക്ലിയർ ചെയ്യാത്തെന്താ? എങ്കിൽ നിന്റെ മനസ്സിലെ പേടിയൊന്നും ഉണ്ടാവില്ലായിരുന്നു. മനസ്സിലായോ? അപ്പോ പ്രേതവും ദൈവവും ഒന്നുമില്ലെന്നാണോ നീ പറയുന്നത്? ആദ്യം രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് തണുത്തു വരച്ചടക്കുന്ന അമ്പലക്കുളത്തിൽ പോയി കുളിച്ച് ഒരു കല്ലിന്റെ മുമ്പിൽ പോയി ദാ ഇങ്ങനെ നിൽക്കുന്നതിനാണ് ദൈവമെന്ന് പറയുന്നതെങ്കിൽ ആ ദൈവത്തിൽ എനിക്ക് വിശ്വാസമില്ല. അപ്പോ അഞ്ജുവിന് ഇതിലൊന്നും വിശ്വാസമില്ലല്ലേ? അങ്ങനല്ല, ഒരു നെഗറ്റീവും പോസിറ്റീവ് എനർജി ഉണ്ട്. ആ നെഗറ്റീവ് എനർജിയാണ് പ്രേതം എന്ന് പറയുന്നെങ്കിൽ പ്രേതമുണ്ട്. ആ പോസിറ്റീവ് എനർജിയാണ് ദൈവം എന്ന് പറയുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ദൈവമുണ്ട്. ശരി പേടിത്തൊണ്ടന്മാരെ, ഞാൻ പോകാം. നിങ്ങളോട് പേടിച്ചിരുന്നോ? ഞാൻ ഫൈനൽ ഔട്ട് ആവുമ്പോ വിളിച്ചാൽ മതിയേ. അപ്പോ ഈ പ്രേതവും ദൈവമൊന്നും ഇല്ലല്ലേ? കറണ്ട് വന്നല്ലോ. ഓക്കെ അല്ലേ? ഓക്കെ, സ്റ്റാർട്ട്. ഒന്നൂടെ. ഒന്നൂടെ, വൺസ് മോർ. ഒന്നൂടെ, ഒരു പ്രാവശ്യം. സെയിം പഞ്ച്. അരവിന്ദേ, അബി, എന്തുപറ്റി? പവർ പോയതാണോ? അരവിന്ദേ, അബി, എവിടെയാ? എന്തുപറ്റി? അബി, തുറക്കുന്നില്ലല്ലോ. അബി, തുറക്ക്. ഹലോ അരവിന്ദ്, നീ എവിടെയാ? ഞാനിവിടെ വീട്ടിലുണ്ട്. വീട്ടിലോ? ഞാനിവിടെ സ്റ്റുഡിയോയിൽ നിൽക്കുവാ. നിങ്ങൾ എന്തിനാ വീട്ടിൽ പോയത്? നമ്മൾ ഡബ്ബിംഗ് കഴിഞ്ഞ് മോർണിംഗ് ഇറങ്ങിയല്ലേ. എന്തൊക്കെയാ നീ പറയുന്നേ? ഇപ്പൊ നിങ്ങളല്ലേ എന്നെ വിളിച്ചു വരുത്തിയത്? ഹലോ,
ഹലോ അരവിന്ദേ, ഹലോ ഹലോ. ദാഹിക്കുന്നുണ്ടല്ലേ? നിനക്കെന്നെ നിഴലെന്നോ ശബ്ദമെന്നോ വിളിക്കാം. ഇന്ന് നീ പറഞ്ഞില്ലേ, ദൈവമില്ല, പ്രേതമില്ല, നിനക്കാരെയും പേടിയില്ല എന്നൊക്കെ. ജീവിതത്തിൽ ഒറ്റയ്ക്കാവുമ്പോഴാണ് എല്ലാവരും പേടിക്കുന്നത്. എന്നൊന്നും ചെയ്യരുത് പ്ലീസ്. അഞ്ജു ഒരുപാട് പേടിച്ചോ? നിന്റെ കണ്ണ് പറയുന്നുണ്ട് നിനക്കിവിടുന്ന് രക്ഷപ്പെടണമെന്ന്. പ്ലീസ് എന്നൊന്നും ചെയ്യരുത്. നിന്നെ ഞാനൊന്നും ചെയ്യില്ല. നിനക്കിവിടുന്ന് രക്ഷപ്പെടാം, ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ. ചെയ്യില്ലേ നീ? ചെയ്യാം ചെയ്യാം. എന്നൊന്നും ചെയ്യരുത്. എനിക്കിവിടുന്ന് പോണം. നീ നിനക്ക് വേണ്ടി ഡബ് ചെയ്യണം. എനിക്കോ? എനിക്ക് വേണ്ടി? അതെ, നിനക്ക് വേണ്ടി. ചെയ്യില്ലേ നീ? ചെയ്യാം. നിനക്ക് വേറെ വഴിയില്ല അഞ്ജു. നിനക്കിത് ചെയ്തേ പറ്റൂ. ചെയ്യില്ലേ നീ? ചെയ്യില്ലേ നീ? ലൈറ്റ്സ് ഓൺ. Happy birthday to you. Happy birthday to you. Happy birthday to dear Anju. Happy birthday to you. വാ. സോറി അഞ്ജു, നീ ദേഷ്യപ്പെടരുത്. ഒരു തമാശ അങ്ങനെ കാണണം. രാവിലെ നീ ഞങ്ങളെ കളിയാക്കി പോയപ്പോഴേ വിചാരിച്ചതാ നിനക്കൊരു പണി തരണമെന്ന്. പിന്നെ അറിഞ്ഞ ഇന്ന് നിന്റെ ബർത്ത്ഡേ ആണെന്ന്. പിന്നെ നമ്മളെല്ലാം കൂടി ഒരു തമാശ, അത്രേ ഉള്ളൂ. നീ ഇങ്ങനെ മിണ്ടാതിരിക്കാതെ. സോറി. നീ പോയി ഫേസ് വാഷ് ചെയ്തിട്ട് വാ. പോ. അവളുടെ ഒരു നെഗറ്റീവും പോസിറ്റീവും. നമ്മളോട് അവളുടെ കളി. അങ്ങനല്ല, ഒരു നെഗറ്റീവും പോസിറ്റീവും എനർജി ഉണ്ട്. ശരി പേടിത്തൊണ്ടന്മാരെ, ഞാൻ പോകാം. നിങ്ങളോട് പേടിച്ചിരുന്നോ? ഞാൻ ഫൈനൽ ഔട്ട് ആവുമ്പോ വിളിച്ചാൽ മതിയേ. അപ്പോ ഈ പ്രേതവും ദൈവമൊന്നും ഇല്ലല്ലേ? കറണ്ട് വന്നല്ലോ. അവൾക്കൊരു പണി കൊടുക്കണം. പ്രേതം? അതെ, രാത്രി അവളെ സ്റ്റുഡിയോയിലേക്ക് വിളിച്ചാലേ? മനസ്സിലായി. നിംബു, നീ ഞാൻ പറഞ്ഞ ഡയലോഗ് ഡബ് ചെയ്ത് തരണം. നമുക്കത് ഫീമെയിൽ വോയിസ് ആക്കി മാറ്റാം. എന്റെ കയ്യിലുണ്ട് കുറച്ച് ടെക്നിക്സ്. എന്താടാ? ഞാൻ ഈ ബോട്ടിലിന്റെ ക്യാപ്പിനകത്ത് റെഡ് LED ഫിറ്റ് ചെയ്ത് വയ്ക്കും. കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഇത് അവളുടെ മുന്നിലോട്ട് ഉരുട്ടി വിട്ടു കൊടുക്കാം. എന്തായാലും ഇത് അവളുടെ അടുത്ത് വെള്ളം കുടിക്കും. ഇതിനുശേഷം ഇവളി ക്യാപ്പ് തിരിച്ചടയ്ക്കുമ്പോൾ റെഡ് LED ഓൺ ആവും. വാട്ടർ റെഡ് കളറിൽ കാണിക്കും. എങ്ങനെയുണ്ട്? അടിപൊളി. അത് കൊള്ളാം.
അവളുടെ കയ്യിൽ ഫോൺ ഉണ്ടാവില്ലേ? അവള് മറ്റാരെങ്കിലും വിളിച്ചാലോ? അവളുടെ ഫോണിൽ ബാലൻസ് ഉണ്ടെങ്കിലല്ലേ അവൾ വിളിക്കൂ. അത് ഞാൻ ഏറ്റു. ഞാൻ അവൾ വരുമ്പോൾ അവളുടെ കയ്യിൽ നിന്ന് ഞാൻ ഫോൺ വാങ്ങും, അതിനൊരു കോളും ചെയ്യും, എന്നിട്ട് അതിനകത്ത് 1 രൂപ ബാലൻസ് ആക്കിയിട്ട് ഞാൻ തിരിച്ചു കൊടുക്കും. എങ്ങനെ? അത് നമുക്കൊരു ടേക്ക് എടുത്ത് നോക്കാം. അവൾ അവിടെ ഒന്നും കാണുന്നില്ല. കാണുന്നില്ലേ? നീ അവിടെ പോയി നോക്ക്, അവിടെ എവിടെയെങ്കിലും കാണും. എല്ലായിടത്തും നോക്കിയടാ, അവളെ കാണാനില്ല. ഡാ അവളെ അച്ഛൻ പോലീസിലാ, എന്തെങ്കിലും പ്രശ്നമാവോ? അവിടെ എന്തോ ഒരു വെട്ടം പോലെ. എന്താടാ? വാ. എടാ, ഞാൻ ഈ ഫോൺ അവളുടെ കൊടുത്തതാ. ആരാ അത്? ആരാ? കഥ തുറക്ക്, തുറക്കത്. കൺസോളിൽ നോക്ക്. കൺസോളിൽ എന്താ? ഡാ അഞ്ജു, 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 അഞ്ചു അഞ്ജു, അഞ്ചു അഞ്ജു. ഡാ മൊബൈൽ ടോർച്ച് ഉണ്ട്, ഓൺ ചെയ്, ഓൺ ചെയ്. ആരാ? ഹലോ, ഹലോ, ആരാ? ഹലോ. Your game is over. My game starts now.